അമേരിക്കയിലെ തെക്ക് കിഴക്കൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അലബാമയിലാണ് ലേസി സ്പിയേഴ്സ് ജനിച്ചു വളർന്നത്. ചെറുപ്പം മുതൽ തന്നെ കുട്ടികളോട് ഒരുപാട് താല്പര്യം അവൾക്കുണ്ടായിരുന്നു. ആദ്യം ബേബി സിറ്ററായും പിന്നീടൊരു ഡേ കെയറിൽ ജോലി ചെയ്തും സമയം ചിലവഴിച്ചു. ലേസിക്ക് 20 വയസ്സുള്ളപ്പോഴാണ് ക്രിസ് ഹീൽ എന്നയാൾ കാരണം അവൾ ഗർഭിണിയാകുന്നത്. 2008 ഡിസംബർ മാസം 3-ന് അവൾ ഒരു മനോഹരമായ കുഞ്ഞിന് ജന്മം നൽകി. ഗാർനറ്റ് പോൾ തോംസൺ സ്പിയേഴ്സ് എന്ന് ആ കുഞ്ഞിന് പേര് നൽകി. ക്രിസ് ഹീൽ ലേസിയുടെ അയൽവാസിയായിരുന്നു, ഒരു സുഹൃത്തുമായിരുന്നു. കുറച്ചുകാലം മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് ക്രിസ് തങ്ങളുടെ ജീവിതത്തിൽ ഒരു പങ്കാളിയായി വേണ്ട എന്ന് ലേസി പറഞ്ഞു. അവസാനം ലേസി സ്പിയേഴ്സ് ഒറ്റയ്ക്കാണ് കുഞ്ഞിനെ വളർത്തിയത്. ഗാർനറ്റിന്റെ യഥാർത്ഥ പിതാവിനെ കുറിച്ച് ലേസി കള്ളം പറഞ്ഞു. ബ്ലേക്ക് എന്ന പേരുള്ള ഒരു കാർ അപകടത്തിൽ മരിച്ചുപോയ പോലീസ് ഓഫീസറാണ് ഗാർനറ്റിന്റെ അച്ഛൻ എന്നായിരുന്നു അവളുടെ അവകാശവാദം. ഗാർനറ്റ് സ്പിയേഴ്സ് ജനിച്ച നാൾ മുതൽ തന്നെ അവന് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. വെറും 2 മാസം പ്രായമുള്ളപ്പോൾ തന്നെ അവൻ ഭക്ഷണം ദഹിപ്പിക്കാൻ കഴിയാതെയായി, ഭാരം കുറയാൻ തുടങ്ങി. അവന്റെ അമ്മ ലേസി അതൊക്കെ മാറുമെന്ന് കരുതി അവന് മുലപ്പാലിൽ നിന്നും ഫോർമുല മിൽക്കിലേക്ക് മാറ്റി. എന്നാൽ അതും ഫലം കണ്ടില്ല. തുടർന്ന് അവൾ മുലപ്പാലും ഫോർമുലയും ചേർത്തുള്ള ഭക്ഷണ രീതിയിലേക്ക് മാറി. പക്ഷെ അതും പ്രവർത്തിച്ചില്ല. അവസാനം അവൾ അവനെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. രക്തപരിശോധന നടത്തിയപ്പോൾ ഗാർനറ്റിന്റെ ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് വളരെ കൂടുതലാണെന്ന് കണ്ടെത്തി. അതാണ് അവന്റെ വയറിന്റെ അസ്വസ്ഥതയ്ക്കുള്ള പ്രധാന കാരണം എന്നായിരുന്നു ഡോക്ടറുടെ നിഗമനം. അതിനാൽ ഡോക്ടർ ഗാർനറ്റിന് IV നൽകി. അതിലൂടെ സോഡിയം ശരീരത്തിൽ നിന്നും പുറത്താക്കി. ഉടൻ തന്നെ ഗാർനറ്റിന്റെ നില മെച്ചപ്പെട്ടതായി തോന്നി. തുടർന്ന് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ലേസി ഡോക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇതിന് വ്യക്തമായ മറുപടി നൽകാനായില്ല. ഫോർമുലയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാമെന്നും അല്ലെങ്കിൽ ലേസിയുടെ മുലപ്പാലിലായിരിക്കാം പ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു. അവൾ എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചും ചില ഉപദേശങ്ങൾ നൽകി. പിന്നെ പതിവ് പോലെ മുലപ്പാലോ ഫോർമുലയോ ഒഴികെ കുട്ടിക്ക് മറ്റൊന്നും നൽകരുത് എന്നും ഓർമ്മിപ്പിച്ചു. ഉപയോഗിക്കാനായി ഒരു പ്രത്യേക ഫോർമുലയും നൽകി. പിന്നെ അവര് വീട്ടിലേക്ക് അയച്ചു. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചിട്ടും അടുത്ത കുറച്ച് മാസങ്ങൾക്കിടെ ഗാർനറ്റ് വീണ്ടും അസുഖപ്പെട്ടു. വീണ്ടും ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവന്റെ സോഡിയം നില വീണ്ടും ഉയർന്നതായി കണ്ടെത്തി. 9 മാസം കഴിഞ്ഞിട്ടും ഈ പ്രശ്നത്തിന് വ്യക്തമായ മറുപടി ലഭിക്കാതായപ്പോൾ ലേസി അവനെ ഒരു വിദഗ്ധ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ വിദഗ്ധൻ ഒരു താൽക്കാലിക പരിഹാരമായി ഗാർനറ്റിന്റെ വയറ്റിലേക്ക് നേരിട്ട് ഒരു ഫീഡിംഗ് ട്യൂബ് ഘടിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്താൽ അവന് ലഭിക്കുന്ന പോഷകങ്ങളുടെ അളവ് കൃത്യമായി നിയന്ത്രിക്കാമെന്നും അതിനുശേഷവും സോഡിയം നില ഉയർന്നതായി കണ്ടെത്തിയാൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അന്വേഷിക്കാമെന്നും ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഈ ട്യൂബ് ഘടിപ്പിച്ചതിന് ശേഷം ഗാർനറ്റിന്റെ ആരോഗ്യനില ശ്രദ്ധേയമായി മെച്ചപ്പെട്ടു. ഇതോടെ ഡോക്ടർമാർക്ക് ഈ ഫോർമുലയിലോ ലേസിയുടെ മുലപ്പാലിലോ ഉണ്ടായ എന്തോ ഒരു അസാധാരണ ഘടകമാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് തോന്നി. എങ്കിലും ഗാർനറ്റ് പൂർണ്ണമായും ആരോഗ്യവാനായിരുന്നില്ല. അടുത്ത കുറച്ച് വർഷങ്ങൾക്കിടയിൽ അവന്റെ ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് വീണ്ടും ഉയർന്നു. അതിന് ഡോക്ടർമാർക്ക് വ്യക്തമായ വിശദീകരണം കണ്ടെത്താനുമായില്ല. വയറുവേദന, തലവേദനയൊക്കെ ഉണ്ടാക്കുകയും ചില സന്ദർഭങ്ങളിൽ സീഷർ വരെ വരുത്തുകയും ചെയ്തു. ലേസി തന്റെ മകന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഓരോ ഭക്ഷണം, ഓരോ ദ്രാവകം എല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്നവളായിരുന്നു. ചെറിയ പ്രശ്നത്തിന്റെ ആദ്യ ലക്ഷണം പോലും കണ്ടാൽ അവൾ ഉടനെ അവനെ ആശുപത്രിയിൽ എത്തിക്കും. എന്നാൽ ഡോക്ടർമാർക്ക് ചെയ്യാനാകുന്നത് IV നൽകി ആ സോഡിയത്തെ പുറത്താക്കുക. പിന്നെ കുറഞ്ഞ സോഡിയമുള്ള ഭക്ഷണം പോലും അവന് നൽകരുത് എന്ന് പതിവ് പോലെ ഓർമ്മിപ്പിക്കുക എന്നതായിരുന്നു. അങ്ങനെ കുറച്ച് വർഷങ്ങൾ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയി. 2012 ഗാർനറ്റിന് 4 വയസ്സുള്ളപ്പോൾ അവൻ ലേസിയുടെ ജന്മനാടായ അലബാമ വിട്ട് ന്യൂയോർക്കിലേക്ക് താമസം മാറ്റി. അവൻ ദ ഫെലോഷിപ്പ് എന്ന പേരുള്ള ഒരു വിരമിച്ചവർക്കുള്ള താമസ സമുച്ചയത്തിലേക്കാണ് മാറിയത്. അവിടെയുള്ള ഈ മുതിർന്നവരെ പരിചരിക്കുന്നതിന് പകരമായി യുവാക്കൾക്ക് അവിടെ തന്നെ സൗജന്യമായി താമസിക്കുകയും ചെയ്യാം. ഗാർനറ്റിന് ആ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. അവൻ ആ ഇടനാഴിയിലൂടെ ഓടിക്കളിക്കുകയും മുതിർന്നവരുടെ മുറിക്കുള്ളിലേക്ക് തല കയറ്റി നോക്കുകയും ചെയ്യും. അവർക്കെല്ലാം ഗാർനറ്റിനെ വളരെ ഇഷ്ടമായിരുന്നു. ലേസിക്കും ഗാർനറ്റിനും അത് ശരിക്കും സന്തോഷകരമായ ഒരിടമായിരുന്നു. ആ സമയത്ത് ലേസി ഗാർനറ്റ് ദ ഗ്രേറ്റ് എന്ന പേരിൽ ഒരു ബ്ലോഗ് ആരംഭിച്ചു. ഗാർനറ്റിന്റെ ജീവിതവും അവന്റെ സോഡിയം നിലയിലെ അസാധാരണമായ വർധനകൾക്ക് കാരണം കണ്ടെത്താനുള്ള അവരുടെ കൂട്ടായ പോരാട്ടവും എല്ലാം ആ ബ്ലോഗിലൂടെ അവൾ രേഖപ്പെടുത്തി. ആ ബ്ലോഗിന് വലിയ പിന്തുണയും ലഭിച്ചു. ഗാർനറ്റിന്റെ ആരോഗ്യസ്ഥിതി കൊണ്ട് മാത്രമല്ല, അമ്മയും മകനും നേരിട്ട ആദ്യ ദുരിതങ്ങൾ എല്ലാം തന്നെ ജനങ്ങൾ ഒരുപാട് ആകർഷിച്ചു. എല്ലാം കൊണ്ടും ആളുകൾക്ക് അവരോട് കൂടുതൽ സഹാനുഭൂതി തോന്നി. ലേസി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ
ഗാർനറ്റിന്റെ അച്ഛൻ ഒരു പോലീസ് ഓഫീസറാണ്, വാഹന അപകടത്തിൽ മരണപ്പെട്ടു എന്നിങ്ങനെയൊക്കെയാണ് അവൾ ആ ഫെലോഷിപ്പിലുള്ളവരോടൊക്കെ പറഞ്ഞത്. അതിനാൽ ഈ ബ്ലോഗിനെ പിന്തുണയ്ക്കുന്ന വ്യക്തികൾ ഈ അമ്മയ്ക്കും മകനും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇത്രയേറെ സ്നേഹവും പിന്തുണയും ഉണ്ടായിരുന്നിട്ട് കൂടിയും 2014 ജനുവരി മാസത്തിൽ സംഭവിച്ച കാര്യങ്ങളെ തടയാൻ അതൊന്നും മതിയായിരുന്നില്ല. ആ മാസത്തിലെ 17-ാം തീയതി ഗാർനറ്റിന് വീണ്ടും പനിയും വയറുവേദനയും അനുഭവപ്പെട്ടു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ അവന് സീഷർ ഉണ്ടായി. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ രക്തപരിശോധന നടത്തി. പതിവ് പോലെ തന്നെ അവന്റെ സോഡിയം നില അതീവ ഉയർന്ന നിലയിൽ കണ്ടെത്തി. അതിനാൽ അവർ ഉടൻ IV നൽകി. അതിലൂടെ അവന്റെ ലക്ഷണങ്ങൾ കുറച്ചു. അവൻ സാധാരണ നിലയിലേക്ക് മടങ്ങിയ ശേഷം സീഷർ ഉണ്ടായതിനാൽ കുറച്ചു ദിവസം ആശുപത്രിയിൽ തന്നെ നിരീക്ഷണത്തിന് വയ്ക്കണമെന്നും ഡോക്ടർ പറഞ്ഞു. ഒന്നാമതായി അത് വീണ്ടും ആവർത്തിക്കുമോ എന്ന് ഉറപ്പാക്കാനും രണ്ടാമതായി മറ്റെന്തെങ്കിലും ഗുരുതരമായ പ്രശ്നം ഉണ്ടോ എന്ന് പരിശോധിക്കാനുമായിരുന്നു അത്. അങ്ങനെ ആശുപത്രിയിലെ നിരീക്ഷണത്തിന്റെ ആദ്യ 2 ദിവസങ്ങൾ അപ്പോൾ ഗാർനറ്റിന് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. രക്തപരിശോധനകളിൽ സോഡിയം നില സാധാരണ രീതിയിലായിരുന്നു. എല്ലാം നന്നായി പോകുന്നത് പോലെ തോന്നി. വാസ്തവത്തിൽ അവനെ ഡിസ്ചാർജ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ പോലും ആരംഭിച്ചിരുന്നു. എന്നാൽ ജനുവരി മാസം 19-ാം തീയതി ആശുപത്രിയിൽ എത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി അവന്റെ നില വളരെ മോശമായി. രക്തപരിശോധന നടത്തിയപ്പോൾ അവന്റെ സോഡിയം നില ഇതുവരെ രേഖപ്പെടുത്തിയതിൽ നിന്നും ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു. IV നൽകി സോഡിയം കുറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അത് വേണ്ടത്ര വേഗത്തിൽ സംഭവിച്ചില്ല. അതിനാൽ ഈ അവസ്ഥ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രത്യേക കുട്ടികളുടെ ആശുപത്രിയിലേക്ക് അവനെ മാറ്റി. അവിടെ ഡോക്ടർമാർക്ക് അവന്റെ സോഡിയം നില സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. എങ്കിലും അതുവരെ തിരികെ കൊണ്ടുവരാൻ കഴിയാത്തൊരു നാശം സംഭവിച്ചിരുന്നു. ആ അവസാനത്തെ അതീവ ഗുരുതരമായ സോഡിയം വർധനവ് മസ്തിഷ്കത്തിൽ വൻ വീക്കമുണ്ടാക്കി. ഒടുവിൽ അവനെ ICUവിൽ സൂക്ഷിച്ചു. അവന് ലൈഫ് സപ്പോർട്ട് കൊടുത്തു. എന്നാൽ ഒന്നും തന്നെ പ്രയോജനം ഉണ്ടായില്ല. അതിന്റെ ഫലമായി ഏതാനും ദിവസങ്ങൾക്കകം ഗാർനറ്റ് മരിച്ചു. അവന്റെ മരണത്തിന് ശേഷം ജനുവരി മാസം 19-ന് അവന്റെ സോഡിയം നില എങ്ങനെ അപ്രതീക്ഷിതമായി ഇത്രയധികം ഉയർന്നുവെന്ന് ഡോക്ടർമാർ തന്നെ ആശ്ചര്യപ്പെടുന്ന ചോദ്യം ഉയർന്നു. കാരണം അവന്റെ ശരീരത്തിലേക്ക് എന്തൊക്കെയാണ് പോകുന്നത് എന്ന് അവർ കർശനമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. സോഡിയം അപ്രതീക്ഷിതമായി ശരീരത്തിൽ ഉണ്ടാകുന്ന ഒന്നല്ല, അത് പുറത്തുനിന്ന് ശരീരത്തിലേക്ക് നൽകപ്പെടണം. അതിനാൽ അവർ അവന്റെ എല്ലാ മെഡിക്കൽ രേഖകളും പരിശോധിച്ചു. അതിൽ സീഷറുകൾ പരിശോധിക്കാൻ ഗാർനറ്റിന്റെ ബെഡിനടുത്ത് സ്ഥാപിച്ചിരുന്ന ക്യാമറ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ക്യാമറയിൽ ജനുവരി മാസം 19-ന് ഗാർനറ്റിന്റെ സ്വന്തം അമ്മയായ ലേസി ഒരു വെളുത്ത കപ്പും ഗാർനറ്റിന്റെ ഫീഡൽ ട്യൂബിനോടുള്ള ഒരു അറ്റാച്ച്മെന്റും കയ്യിലെടുത്ത് അവനെ കിടക്കയിൽ നിന്നും എഴുന്നേൽപ്പിക്കുന്നതായി കണ്ടു. അവൾ ഗാർനറ്റിനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അവനെ തിരികെ കൊണ്ടുവന്ന് കിടക്കയിൽ കിടത്തുന്നു. അതിനുശേഷം സെക്കൻഡുകൾക്കകം അവൻ ശക്തമായ അസ്വസ്ഥത കാണിക്കാൻ തുടങ്ങി. ഡോക്ടർമാർ വന്ന് രക്തപരിശോധന നടത്തിയപ്പോൾ സോഡിയം നില അവനെ കൊല്ലാൻ കാരണമായ അതീവ അപകടകരമായ നിലയിലായിരുന്നു. ബാത്റൂമിൽ ലേസി തന്റെ മകനോടൊപ്പം എന്ത് ചെയ്തു? ഇതിൽ ഡോക്ടർമാർക്ക് വലിയ സംശയം തോന്നി. അവർ ആ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറി. പോലീസും അന്വേഷണം ആരംഭിച്ചു. സാക്ഷികളുടെ മൊഴി പ്രകാരം ഒരു ഡോക്ടർ ലേസിയോട് ഗാർനറ്റിന്റെ ശരീരത്തിൽ ഇത്രയും ഉയർന്ന സോഡിയം നില സ്വാഭാവികമായി സംഭവിക്കുക ശരീരശാസ്ത്രപരമായി അസാധ്യമാണെന്നും ഇതിലെന്തോ തെറ്റുണ്ടെന്നും പറഞ്ഞിരുന്നു. ഗാർനറ്റിന്റെ മരണശേഷം ലേസിയുടെ പെരുമാറ്റം സുഹൃത്തുക്കളെയും ആശുപത്രിയിലെ ജീവനക്കാരെയും ആശങ്കപ്പെടുത്തുകയും ചെയ്തു. അവൾ ഒരു ദുഃഖിതയായ അമ്മയെപ്പോലെ പെരുമാറുന്നില്ലായിരുന്നു. പകരം സംഭവത്തെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു, അന്വേഷകർ എന്ത് ചോദിക്കുന്നു, ഫേസ്ബുക്കിലെ ആളുകൾ എന്തെഴുതുന്നു എന്നിവയിലായിരുന്നു അവളുടെ പൊതുശ്രദ്ധ. ഒരു സുഹൃത്ത് പറഞ്ഞത് പ്രകാരം ആശുപത്രിയിൽ അവളുടെ പെരുമാറ്റം വളരെ അസാധാരണമായിരുന്നു. അവൾ തൻ്റെ കുഞ്ഞിനെ പരിചരിക്കുന്നതിനേക്കാൾ പുറം ലോകത്തിന്റെ പ്രതികരണത്തെക്കുറിച്ചാണ് കൂടുതൽ വിഷമിച്ചത്. ലേസി ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രങ്ങൾ കാണാൻ തന്നെ വളരെ വേദനാജനകമായിരുന്നു. ചിത്രങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ജീവൻ രഹിതനായി കിടക്കുന്ന ഇനി ചലനമില്ലാത്ത ഗാർനറ്റിനെ കാണേണ്ടി വന്നു. അതീവ ഹൃദയഭേദകമായ അനുഭവമായിരുന്നു അത്. ഇത്രയും വേഗത്തിലെല്ലാം സംഭവിച്ചതിനാൽ എല്ലാവർക്കും അതൊക്കെ സംഭവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അന്വേഷണം തുടരുമ്പോൾ ഗാർനറ്റിന്റെ ജീവിതത്തിലെ അവസാന ദിവസങ്ങളിൽ ലേസിക്ക് അവന്റെ ആരോഗ്യത്തെക്കാൾ ഗുരുതരമായ അസുഖബാധിതനായ അവന്റെ ചിത്രങ്ങൾ എടുക്കുകയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിലായിരുന്നു കൂടുതൽ താല്പര്യമെന്നും തെളിവായി. കൂടാതെ ഗാർനറ്റിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് ഒരാഴ്ച മുൻപാണ് അവസാനമായി അവന് ഭക്ഷണം കൊടുത്തത് എന്നും ലേസി സുഹൃത്തുക്കളോട് പറഞ്ഞു. എന്നാൽ ജനുവരി മാസം 17-ന് സീഷർ പോലുള്ള ലക്ഷണങ്ങൾ തുടങ്ങുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ലേസി ഗാർനറ്റിന് കഴിക്കാൻ കൊടുക്കുന്നതും ചിലർ കണ്ടിരുന്നു. പോലീസിനെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ചത്
ഗാർനറ്റിന്റെ മരണത്തിന് മുൻപ് ആ റെക്കോർഡ് ചെയ്ത മണിക്കൂറുകളോളം നീണ്ട ആ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴായിരുന്നു ആ ദൃശ്യങ്ങളിൽ ഗാർനറ്റ് ക്യാമറയ്ക്ക് പുറത്തായിരുന്ന ഏക സമയം അത് അമ്മയോടൊപ്പം ബാത്റൂമിൽ പോയപ്പോഴാണ്. വീഡിയോയിൽ ലേസി 17 തവണ ഗാർനറ്റിനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നതും അവയിൽ 2 തവണ അവൾ ഫീഡിംഗ് ബാഗ് കൈവശം എടുത്തുകൊണ്ടുപോകുന്നതും വ്യക്തമായി കാണപ്പെട്ടു. ആ 2 സന്ദർഭങ്ങൾക്ക് ശേഷമാണ് ഗാർനറ്റ് ഗുരുതരമായി അസ്വസ്ഥനാവുകയും അവന്റെ നില പെട്ടെന്ന് മോശമാവുകയും ചെയ്തത്. ആദ്യത്തെ ഒന്ന് അത് രാവിലെ നടന്നതായിരുന്നു. ബാത്റൂമിൽ നിന്ന് വന്നതിനു ശേഷം അവൻ അസ്വസ്ഥനായി. നഴ്സിന്റെ ശ്രദ്ധ ആവശ്യമായി വന്നു. രണ്ടാമത്തെ സംഭവം പിന്നീടുണ്ടായപ്പോൾ ഏകദേശം 30 മിനിറ്റിനകം അവൻ ഛർദ്ദിക്കുകയും ഗുരുതരമായ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്തു. ഈ വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഫെലോഷിപ്പ് കമ്മ്യൂണിറ്റിയിലെ ലേസിയുടെ വീട്ടിൽ പരിശോധന നടത്താൻ പോലീസ് ഒരു വാറന്റ് വാങ്ങി. പരിശോധനയിൽ ഗാർനറ്റിന്റെ മരുന്നുകളുടെ സമീപത്ത് തന്നെ മേശപ്പുറത്ത് വച്ചിരുന്ന ഒരു ഉപ്പിന്റെ കുപ്പി ഉൾപ്പെടെ നിരവധി വസ്തുക്കൾ പിടിച്ചെടുത്തു. ലേസിയുടെ ഭക്ഷണവും പരിശോധിച്ചു. അവളുടെ ഫോൺ, കമ്പ്യൂട്ടർ എല്ലാം പരിശോധിച്ചപ്പോൾ ഉപ്പ് വിഷബാധയുടെ ഫലങ്ങളെക്കുറിച്ചൊക്കെ അവൾ ഇന്റർനെറ്റിൽ അന്വേഷിച്ച് തെളിവുകൾ കണ്ടെത്തി. തുടക്കത്തിൽ പാലുള്ള 2 ഫീഡിംഗ് ബാഗുകൾ പോലീസ് എടുത്തില്ല, അത് അവിടെ തന്നെ ഉപേക്ഷിച്ചു. ഗാർനറ്റിനെ മുലയൂട്ടുമെന്ന് അവൾ നേരത്തെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ആ തെളിവ് അവർ എടുത്തില്ല. എന്നാൽ സംശയകരമായി ലേസി അയൽവാസിയായ വാലറി എന്നൊരു പെൺകുട്ടിയെ വിളിച്ചിട്ട് ഈ ബാഗുകൾ എടുത്ത് നശിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. വാലറിക്ക് ഇതിലെന്തോ സംശയം തോന്നി, അതെടുത്ത് പോലീസിന് കൊടുത്തു. പരിശോധനയിൽ ഓരോ ബാഗിലും കുറഞ്ഞത് 69-70 ചെറിയ ഉപ്പ് പാക്കറ്റുകൾക്ക് തുല്യമായ സോഡിയം ഉള്ളതായി കണ്ടെത്തുകയും ചെയ്തു. അന്വേഷകരുടെ അഭിപ്രായത്തിൽ ആ അളവിലെ സോഡിയം തീർച്ചയായും മരണകാരണമാകുന്ന തോതിലായിരുന്നു. പോലീസ് ലേസിയുടെ സുഹൃത്തുക്കളെയും കുടുംബത്തെയും ചോദ്യം ചെയ്തു. ഗാർനറ്റിന്റെ മെഡിക്കൽ രേഖകൾ പരിശോധിച്ചതും തുടർന്ന് അവൻ ഭൂമിയിൽ ജീവിച്ച 5 വർഷത്തിനിടെ 23 തവണ സോഡിയം സംബന്ധമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നും കണ്ടെത്തി. ഇതെല്ലാം വെച്ച് പോലീസിന് മനസ്സിലായി ലേസി മകന് വിഷം നൽകിയെന്ന്. എന്നാൽ ഇതിന് കാരണം എന്താണെന്ന് അറിയണം. അതിനുവേണ്ടി അവർ പഴയ ഡോക്ടേഴ്സുമായി സംസാരിച്ചു. ഗാർനറ്റിന് സുഖമില്ലാതാകുമ്പോൾ ലേസി ഓരോ തവണയും ഓരോ ഡോക്ടറെ കാണിച്ചിരുന്നു. അവൻ ഭക്ഷണം കഴിക്കുന്നില്ല, ഭക്ഷണം ദഹിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു അവൾ തുടർച്ചയായി ഉന്നയിച്ചത്. എന്നാൽ അത്ര ചെറുപ്പമുള്ള കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ പറയുന്നത് ഒഴികെ ഡോക്ടർമാർക്ക് ഉറപ്പുവരുത്താൻ മറ്റു മാർഗങ്ങളില്ലായിരുന്നു. ഇതിനിടയിൽ ഗാർനറ്റിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് അവൾ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഗാർനറ്റിന്റെ ജേർണി എന്ന ബ്ലോഗിലൊക്കെ തുടർച്ചയായി രേഖപ്പെടുത്തി. പലരും അവളോട് സത്യസന്ധമായി സഹാനുഭൂതി പ്രകടിപ്പിച്ചു. അതാണ് അവളിൽ കൂടുതൽ ശ്രദ്ധയ്ക്കും ആഗ്രഹം വളർത്തിയത്. ദീർഘകാല രോഗബാധിതനായ കുട്ടിയോടൊപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരമ്മ, ഈ ഒരു ചിത്രം അങ്ങനെ അവതരിപ്പിക്കാൻ അവൾ ആസ്വദിച്ചു. ലേസിയുടെ മാനസികാവസ്ഥ പരിശോധിച്ചപ്പോൾ ഒരു അറ്റൻഷൻ, സഹാനുഭൂതി നേടാൻ അവൾ കഥകൾ കെട്ടിച്ചമച്ചതാണെന്ന് വ്യക്തമായി. ആളുകളുടെ ഹൃദയം സ്പർശിക്കുന്ന തരത്തിൽ കുറിപ്പുകൾ എഴുതുക, എല്ലാവരും തന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം, താനായിരിക്കണം ഒരു ശ്രദ്ധയുടെ കേന്ദ്രം, ഇതൊക്കെയായിരുന്നു അവളുടെ ആഗ്രഹം. ഗാർനറ്റ് വളരുന്നതിനൊപ്പം ആ ഫീഡിംഗ് ട്യൂബ് നീക്കം ചെയ്യണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ അവൻ ശരിയായി ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ ലേസി തുടർന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഫീഡിംഗ് ട്യൂബ് മാറ്റാൻ വിസമ്മതിച്ചു. പക്ഷേ ഫെലോഷിപ്പ് കമ്മ്യൂണിറ്റിയിലെ അയൽവാസികൾ ഗാർനറ്റ് വളരെ നോർമലായി തന്നെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിരുന്നു. എന്നിരുന്നാലും ലേസി മകൻ ഭക്ഷണം കഴിക്കുന്നില്ല, ദഹിക്കുന്നില്ല എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. പരിചാരികയായ ഒരാൾ തൻ്റെ പരിചരണത്തിലുള്ള വ്യക്തിയുടെ രോഗാവസ്ഥയിലൂടെ ശ്രദ്ധ തേടുന്ന ഒരു അപൂർവമായ മാനസിക രോഗാവസ്ഥയാണിത്. ലേസി അവൾ ജനിച്ച അന്നു മുതൽ തന്നെ ശ്രദ്ധ നേടാനുള്ള താല്പര്യം കാരണം ഉദ്ദേശപൂർവം തന്നെ തൻ്റെ മകന് അമിതമായ ഉപ്പ് നൽകി ശരീരത്തെ വിഷമയമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് ശ്രദ്ധ നേടാൻ കള്ളം പറയുന്ന ഒരു ശീലമുണ്ടായിരുന്നു. കുട്ടിക്കാലത്തും പ്രായപൂർത്തിയായതിനു ശേഷവും അവൾക്ക് ഉണ്ടായിട്ടില്ലാത്ത പല രോഗങ്ങളെക്കുറിച്ചും അവൾ കള്ളം പറഞ്ഞിരുന്നു. ഗാർനറ്റിന്റെ അച്ഛനെക്കുറിച്ചും അവൾ കള്ളം പറഞ്ഞു. അയാളൊരു പോലീസ് ഓഫീസർ ആയിരുന്നില്ല, വാഹനാപകടത്തിൽ മരിച്ചിട്ടുമില്ല. അയാൾ ലേസിയുടെ ഒരു മുൻ സുഹൃത്തായിരുന്നു, അയൽവാസിയായിരുന്നു. ഗാർനറ്റിനെ കാണാൻ അവൾ ഒരിക്കലും അവനെ അനുവദിച്ചിരുന്നില്ല. ഗാർനറ്റിന്റെ അവസാന ആശുപത്രി ദിവസങ്ങളിലും അവന്റെ മസ്തിഷ്കം ഇത്രയേറെ വീങ്ങിയതിനാൽ അവൻ ജീവനോടിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പോലും ഡോക്ടർ ലേസി അറിയിച്ചിരുന്നു. എന്നിട്ട് കൂടിയും അവൾക്ക് യാതൊരു കുറ്റബോധമോ ദുഃഖമോ ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ലേസിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിരുന്നു. എങ്കിലും ഗാർനറ്റ് കോമയിലേക്ക് പോകുന്നതിന് മുൻപ് ലേസി അവന്റെ അസഹനീയമായ ആ ചിത്രങ്ങളെല്ലാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. 2015 മാർച്ച് മാസം 2-ന് 27 വയസ്സുള്ള ലേസി സ്പിയേഴ്സിനെ ന്യൂയോർക്ക് സ്റ്റേറ്റ് സുപ്രീം കോടതിയിൽ ഹാജരാക്കി. മകൻ ഗാർനറ്റ് സ്പിയേഴ്സിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട മേൽപ്പറഞ്ഞ കുറ്റങ്ങളാണ് അവൾക്കെതിരെ ചുമത്തിയത്. പ്രോസിക്യൂഷൻ കോടതിയിൽ വീഡിയോ തെളിവുകൾ അവതരിപ്പിച്ചു.
ഈ വീഡിയോ ദൃശ്യങ്ങൾ കണ്ട കോടതി പോലും ഞെട്ടിപ്പോയി. ലേസി ഉപ്പ് വിഷബാധയുടെ ഫലങ്ങളെക്കുറിച്ച് ഇന്റർനെറ്റിൽ അന്വേഷിച്ചിരുന്നുവെന്നും മകന്റെ അസുഖം സോഷ്യൽ മീഡിയയിൽ ഉടനീളം തന്റെ ബ്ലോഗിലൂടെയും ശ്രദ്ധയും സഹാനുഭൂതിയും നേടാൻ ഉപയോഗിച്ചിരുന്നുവെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അതായിരുന്നു കുറ്റകൃത്യത്തിന് പിന്നിലെ പ്രേരണ എന്ന് അവർ വാദിച്ചു. അമിതമായ ശ്രദ്ധയും കരുണയും തേടുന്ന ഒരു മനോഭാവം. അതേസമയം പ്രതിഭാഗം ഈ ആരോപണങ്ങളെ നിഷേധിച്ചു. ലേസി തന്റെ നിരപരാധിത്വം നിലനിർത്തി. അവൾ തന്റെ മകന് വിഷം കൊടുത്തിട്ടില്ലെന്നും അവനെ സ്നേഹിച്ചിരുന്നുവെന്നും അവനെ തിരികെ വേണമെന്നൊക്കെയായിരുന്നു അവളുടെ വാദം. അവളുടെ മകന്റെ മരണവുമായി നേരിട്ട് അവളെ ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും ഇല്ലെന്നും അവന്റെ അസുഖത്തിന്റെയും മരണത്തിന്റെയും യഥാർത്ഥ കാരണം വ്യക്തമല്ലെന്നും പ്രതിഭാഗം ആരോപിച്ചു. കൂടാതെ ആശുപത്രി ജീവനക്കാർ ഗാർനറ്റിന്റെ ചികിത്സയിൽ ചില പിഴവുകൾ വരുത്തിയതാകാമെന്നും മെഡിക്കൽ പിഴവാണ് മരണത്തിന് കാരണമെന്നും ഈ പ്രതിഭാഗം വാദിച്ചു. ലേസി ഒരു കഠിനാധ്വാനിയായ അമ്മയാണെന്നും സിംഗിൾ മദറാണെന്നും മകനോട് നിബന്ധനകളില്ലാത്ത സ്നേഹം അവൾ നൽകിയിരുന്നുവെന്നും അവർ വാദിച്ചു. അതിനാൽ വളരെ കുറഞ്ഞ ശിക്ഷ അവൾക്ക് നൽകണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം. ഒടുവിൽ 2015 ഏപ്രിൽ മാസം 8 ജൂറിയുടെ ഏകഖണ്ഡമായ വിധിപ്രകാരം ലേസി സ്പിയേഴ്സ് തന്റെ മകനെ കൊലപ്പെടുത്തിയതിൽ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി. അവൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. കോടതി പറഞ്ഞത് ഈ കുറ്റകൃത്യം ക്രൂരതയിൽ ചിന്തിക്കാനാകാത്തത് എന്നായിരുന്നു. ലേസി സ്പിയേഴ്സ് 2034 പരോളിന് അർഹയാകും. അന്ന് അവൾക്ക് 46 വയസ്സായിരിക്കും. ശിക്ഷ വിധിച്ചപ്പോൾ കോടതി പറഞ്ഞത്, നിങ്ങളുടെ കുറ്റകൃത്യത്തിന്റെ ഗുരുതരം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ മകനോട് നിങ്ങൾ ഒരിക്കലും കാണിക്കാത്ത കരുണയാണ് ഇന്ന് കോടതി നിങ്ങളോട് കാണിച്ചത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വല്ലാത്ത ദുഃഖം തോന്നിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. 5 വയസ്സുകാരനായ ഗാർനറ്റ് സ്പിയേഴ്സ് ആശുപത്രിയിൽ ദുഃഖകരമായി മരണപ്പെട്ടു. അവനെ മരണത്തിലേക്ക് നയിച്ച വിഷം നൽകിയത് അവനെ ഏറ്റവും സ്നേഹിക്കാനും സംരക്ഷിക്കാനും വേണ്ടിയുണ്ടായിരുന്ന ഒരാളായിരുന്നു. അവൻ ഏറ്റവും സുരക്ഷിതനായി തോന്നിയ ഒരിടം, കുടുംബം എന്ന് വിളിക്കേണ്ടതായിരുന്ന സ്വന്തം അമ്മയായിരുന്നു അവനെ കൊന്നത്. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോട് ഇത്തരമൊരു ക്രൂരത ചെയ്യാൻ എങ്ങനെ സാധിച്ചു? ഇത്രയും നിഷ്ഠൂരവും ദുഷ്ടവുമായ രീതിയിൽ സ്വന്തം മകനെ കൊലപ്പെടുത്താൻ അവൾക്ക് എങ്ങനെ സാധിച്ചു എന്നാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടേയിരുന്നത്. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ സഹാനുഭൂതിയും ശ്രദ്ധയും നേടാനുള്ള ഒരു നിരാശാജനകമായ ശ്രമത്തിന്റെ ഭാഗമായി സ്വന്തം അമ്മയാൽ തന്നെ ജീവിതം അകാലത്തിൽ നശിപ്പിക്കപ്പെട്ട ഒരു പിഞ്ചുകുഞ്ഞ്. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: കുട്ടികളെ സ്നേഹത്തോടെ സംരക്ഷിക്കേണ്ടവരിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഏറ്റവും വലിയ അപകടം വരാം. അതിനാൽ ഒരാളുടെ വാക്കുകളെയോ കരച്ചിലുകളെയോ മാത്രം ആശ്രയിച്ച് സത്യം ഒരിക്കലും അവഗണിക്കരുത്. ഒരു കുട്ടിക്ക് ഒരേ പ്രശ്നം വീണ്ടും വീണ്ടും ഉണ്ടാകുമ്പോൾ അതിന്റെ കാരണം അതെത്ര അസ്വസ്ഥമായതായാലും എല്ലാ സാധ്യതകളും ഗൗരവത്തോടെ പരിശോധിക്കണം. ശ്രദ്ധയും സഹാനുഭൂതിയും നേടാനുള്ള അതിയായ ആഗ്രഹം നിയന്ത്രണം വിട്ടാൽ അത് നിരപരാധിയായ ഒരു കുട്ടിയുടെ ജീവിതം പോലും നശിപ്പിക്കാം. അതുകൊണ്ട് തന്നെ സ്നേഹം എന്ന പേരിൽ നടക്കുന്ന തെറ്റുകളെ തിരിച്ചറിയാനും അതിപ്പോൾ ആരായാലും കുട്ടികളുടെ സുരക്ഷയ്ക്കായി ചോദ്യം ചെയ്യാനും ഇടപെടാനും സമൂഹം തയ്യാറാകണം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. അവൾക്ക് നൽകിയ ശിക്ഷ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമൻറ്റിൽ പറയാം. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.